ചില ഇനങ്ങളാണ് നങ്ങിയാർ കൂത്ത് പോലുള്ള ചില ഇനങ്ങളാണ് പുതുതായിട്ട് ഏർപ്പെടുത്തിയിട്ടുള്ളത്. 14 ഇനങ്ങൾ ഈ വർഷം പുതുതായിട്ട് ഏർപ്പെടുത്തിയിട്ടുണ്ട്. ഈ ഇനങ്ങളുടെ ഒരു പ്രചാരം ലക്ഷ്യമാക്കി തന്നെയാണ് തീർച്ചയായിട്ടും ഈ കലാമേളയിൽ അത് ഉൾപ്പെടുത്തിയിട്ടുള്ളത്. ഇത് പ്രാക്ടീസ് ചെയ്യുന്നവരുണ്ട്, അതിന്റെ ധാരാളം ആരാധകരുണ്ട്. ഇത് നമ്മുടെ സ്കൂൾ വിദ്യാഭ്യാസത്തിന്റെ ഭാഗമായിട്ടാണ് ഈ കലാമേള സംഘടിപ്പിക്കുന്നത്. സ്കൂൾ വിദ്യാഭ്യാസം എന്ന് പറയുന്നത് ആക്ടിവിറ്റി ബേസ്ഡ് പെഡഗോജിക്കൽ പ്രാക്ടീസസ് ആണ് നമ്മളിപ്പോൾ പ്രാക്ടീസ് ചെയ്യുന്നത്. അതായത് പ്രവർത്തനോന്മുഖമായിട്ടുള്ള ഒരു വിദ്യാഭ്യാസ രീതിയാണ് നമ്മൾ കാണുന്നത്. ധാരാളം പഠന അനുബന്ധ പ്രവർത്തനങ്ങൾ ഇപ്പോഴത്തെ കുട്ടികൾ ചെയ്യുന്നുണ്ട്. ഇപ്പോൾ ധാരാളം മാധ്യമങ്ങൾ കുട്ടികൾക്ക് വേണ്ടി പ്രത്യേകം പേജുകൾ തന്നെ മാറ്റിവെക്കുന്നത്, ധാരാളം മാധ്യമങ്ങൾ കുട്ടികൾക്ക് വേണ്ടിയുള്ള പ്രത്യേകം പരിപാടികൾ അവതരിപ്പിക്കുന്നത് അവരുടെ സർഗവാസന പരിപോഷിപ്പിക്കുക എന്നുള്ളതിന് ഉപരിയായിട്ട് അവരുടെ പഠന പ്രവർത്തനങ്ങളെ സഹായിക്കുക എന്നുള്ള സന്ദേശം കൂടി കണ്ടുകൊണ്ടാണ്. അപ്പോൾ അതിന്റെ ഒരു അങ്ങനെയുള്ള പ്രവർത്തനങ്ങളുടെ ഒരു വളരെ വിപുലമായിട്ടുള്ള ഒരു സാധ്യത പ്രയോജനപ്പെടുത്തിക്കൊണ്ടാണ് ഈ കലാമേള സംഘടിപ്പിക്കുന്നത്. അപ്പോൾ സ്കൂൾ തലം മുതൽ സംസ്ഥാന തലം വരെ വരുമ്പോൾ കുട്ടികളെ സംബന്ധിച്ചിടത്തോളം കുട്ടികൾക്ക് പരിചിതമല്ലാത്ത ചില കലാരൂപങ്ങൾ കാണുവാൻ കഴിയും. ഒരു സ്കൂളിൽ പഠിക്കുന്ന ഒരു കുട്ടി ഒരു നങ്ങിയാർ കൂത്ത് അവതരിപ്പിക്കുകയാണെങ്കിൽ, ചാക്യാർ കൂത്ത് അവതരിപ്പിക്കുകയാണെങ്കിൽ, ചവിട്ട് നാടകം അവതരിപ്പിക്കുകയാണെങ്കിൽ, ഒരു സംഘം അവതരിപ്പിക്കുകയാണെങ്കിൽ, അതിനുവേണ്ടി പരിശീലിക്കുകയാണെങ്കിൽ, അതിനെക്കുറിച്ച് പഠിക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും ആ സ്കൂളിലെ മുഴുവൻ കുട്ടികൾക്കും അതിനെക്കുറിച്ചുള്ള ഒരു അറിവുണ്ടാകുന്നു. ആ പ്രദേശത്തിന് അതിനെക്കുറിച്ചുള്ള അറിവുണ്ടാകും. ആ തരത്തിൽ സംസ്ഥാന തലത്തിൽ തന്നെ ഈ കലാരൂപങ്ങളെക്കുറിച്ച്, കലാരൂപങ്ങളുടെ പ്രത്യേകതകളെക്കുറിച്ച്, അതിന്റെ അവതരണ രീതിയെക്കുറിച്ച്, അതിന്റെ ചരിത്രത്തെക്കുറിച്ച് ഇതെല്ലാം തന്നെ മനസ്സിലാക്കാനുള്ള ഒരു അവസരമാണ് ലഭിക്കുന്നത്. ആ തരത്തിൽ കാണുമ്പോൾ തീർച്ചയായിട്ടും കൂടുതൽ കലാരൂപങ്ങൾ, ഇതിന്റെ സംഘാടനത്തിന്റെ ഒരു പരിമിതി കൊണ്ടാണ് കൂടുതൽ ഇനങ്ങൾ നമുക്ക് ഉൾപ്പെടുത്താൻ കഴിയാതെ പോകുന്നത്. സാധാരണ നമ്മൾ പിന്തുടരുന്ന ഒരു രീതി ഇങ്ങനെയുള്ള ചില ഇനങ്ങളെക്കുറിച്ച്, ഇപ്പൊ ദേശഭക്തി ഗാനം കഴിഞ്ഞ 4-5 വർഷമായിട്ട് സംസ്ഥാന കലാമേളയിൽ ഒരു ഇനമാണ്. ചവിട്ട് നാടകം ഇത് ആദ്യമായിട്ട് വരുന്നതാണ്. പക്ഷെ ഇതിനു മുമ്പ് പ്രദർശന ഇനമായിട്ട് നമ്മൾ ഇത് അവതരിപ്പിച്ചിട്ടുണ്ട്. ഈ പ്രദർശന ഇനം കാണുകയും അത് ഇഷ്ടപ്പെടുകയും അത് പങ്കെടുക്കാൻ താല്പര്യമുള്ള കുട്ടികൾ ഉണ്ട് എന്ന് കണ്ടെത്തുകയും ചെയ്തതിന്റെ അടിസ്ഥാനത്തിലാണ് അത് ഒരു ഇനമായി അതിനകത്ത് ഉൾപ്പെടുത്തുന്നത്. ഇതിനൊരു പ്രോസസ് ഉണ്ട്. ആ പ്രോസസ്സ് വഴിയാണ് വരുന്നത്. ഇപ്പൊ 232 ഇനങ്ങൾ എന്ന് പറയുന്നത് 1956-57 കാലഘട്ടത്തിൽ ഇത് തുടങ്ങുന്ന അവസരത്തിൽ ഏതാനും ഇനങ്ങൾ മാത്രം, 10-12 ഇനങ്ങൾ മാത്രം കുറച്ച് സ്കൂളുകളിൽ മാത്രം പങ്കെടുപ്പിച്ചുകൊണ്ട് നടത്തിയ ഒരു കലാപരിപാടി അല്ലെങ്കിൽ കലോത്സവം ഇന്ന് സംസ്ഥാനത്തെ എല്ലാ 12,000 സ്കൂളുകളെയും ബന്ധിപ്പിച്ചുകൊണ്ട് നടത്തുന്ന ഒരു മഹോത്സവമായിട്ട് മാറിയിട്ടുണ്ട്. അതിനുപരിയായിട്ട് മാധ്യമങ്ങൾ തന്നെ അതിന് വർദ്ധിതമായിട്ടുള്ള ഒരു പ്രചാരം കൊടുക്കുകയും കുട്ടികളെ കൂടുതലായിട്ട് ഇതിലേക്ക് ആകർഷിക്കാൻ പറ്റുന്ന ഒരു പശ്ചാത്തലം ഒരുക്കുകയും ചെയ്തിട്ടുണ്ട്. തീർച്ചയായിട്ടും കൂടുതൽ കലാരൂപങ്ങൾ ഉണ്ടാകണം, കൂടുതൽ കലാകാരന്മാരുണ്ടാകണം, ആ കലയോട് താല്പര്യമുള്ള കുട്ടികൾക്ക് കൂടുതൽ അവസരങ്ങൾ ഉണ്ടാകണം. അതേസമയം തന്നെ പഠനത്തിന് താല്പര്യക്കുറവുള്ള ഒരു കുട്ടി ഒരു കലാരൂപത്തിൽ വളരെ മികച്ച കഴിവ് തെളിയിക്കുകയാണെങ്കിൽ അയാളെ അതിനനുസരിച്ച് പ്രോത്സാഹിപ്പിക്കാനുള്ള ഒരു സംവിധാനം കൂടി നമ്മുടെ കരിക്കുലത്തിൽ ഉണ്ടാകേണ്ടതുണ്ട്, നമ്മുടെ അക്കാഡമിക് ഷെഡ്യൂളിൽ ഉണ്ടാകേണ്ടതുണ്ട്. അതിനെക്കുറിച്ച് കൂടി വിദ്യാഭ്യാസ വകുപ്പ് ആലോചിക്കുന്നുണ്ട്. പ്രതിഭയും ഞങ്ങളുടെ സ്വന്തമാണ് എന്ന് ഞങ്ങളുടെ ഹൃദയം കൊണ്ട് അംഗീകരിക്കാൻ ഞങ്ങൾ തയ്യാറാണ്. കാരണം ഇവിടെ എത്തുന്ന കുട്ടികൾ നിഷ്കളങ്കരാണ്. ഒരുപാട് ദിവസത്തെ ഒരുപാട് പരിശീലനത്തിന് ശേഷമാണ് അവരിവിടെ എത്തുന്നത്. അവരിവിടെ പരിശീലനം നേടിയ ആ കാര്യങ്ങൾ അവതരിപ്പിക്കുന്ന ഘട്ടത്തിൽ അതിൽ ഏറ്റവും നല്ല മികവ് കാണിക്കുന്ന കുട്ടികൾ ഏതാണോ അവർ കേരളത്തിന്റെ ഏത് ഭാഗത്ത് നിന്ന് വരുന്നവരാണെങ്കിലും ആ മികവിന് അംഗീകാരം കൊടുക്കുന്ന പാരമ്പര്യമാണ് എന്ന് മലപ്പുറം സ്വീകരിച്ചിട്ടുള്ളത്. അതിനപ്പുറം ഞങ്ങൾക്ക് മറ്റൊന്നും ആലോചിക്കാനില്ല. ഏറ്റവും നന്നായി വരുന്നവരാരാണോ അവർ ഏറ്റവും നല്ല റിസൾട്ട് കാണിക്കും.